സോ ഹേ ഗൈസ് ആൻഡ് വീണ്ടും നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സാൻ ആൻഡ്രിയാസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഗൈസ്. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ എന്തോ സ്മോക്കിൻ്റെ മിഷൻസ് കളിച്ച് തീർത്തിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ സിസർ നമ്മൾ റേസിന് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നമുക്ക് ഇന്ന് അതാണ് കളിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കണമെന്ന് വെച്ചാൽ ചുമ്മാ ഒരു രസത്തിന് വന്നാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളത് പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ കാറ്. ഓക്കെ, ഈ കാറ് അത്യാവശ്യം പൈസ കേസ്. നമ്മൾ സ്മോക്കിൻ്റെ നിന്നാണ് പൈസ മേടിച്ചത്. പുള്ളിക്ക് തിരിച്ചു കൊടുക്കണം. എന്തായാലും നമുക്കിനി സിസറിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ, ഒരു സ്റ്റണ്ട് ചെയ്യാൻ കേസ്. പറക്കാൻ പറ്റുമോ എനിക്ക്? പറക്കടാ സിജി. ഓക്കെ, ഈ കാറ് പറക്കത്തില്ല കേസ്. അതെന്തെങ്കിലും ആട്ടെ. നമുക്ക് എന്തായാലും നേരെ സിസറിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സിസറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വന്ന വഴി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ഒരു പോലീസുകാരൊക്കെ അടിച്ചിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട. ഓക്കെ, നമുക്കങ്ങനെ ഒരു ലോ റൈഡർ കാർ വേണമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ കാർ ഇവിടെ വെക്കാം. റേസിന് ഈ കാറൊന്നും പോരെന്ന് പറയണം. ലോ റൈഡർ, അതായത് ഈ കിടക്കുന്ന കാർ കണ്ടില്ലേ, ഇത് വേണമെന്ന് പറയണം. സ്റ്റാർ ഉണ്ട്, അതൊരു വിഷയമാകും തോന്നുന്നില്ല. കാരണം നമ്മളിതൊക്കെ എത്ര കണ്ടേക്കണം. ഒരു സ്റ്റാറിലേ ഉള്ളൂ, വലിയ സീനില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ സിസറും പിന്നെ ആരാ? ഓക്കെ, സിസറും നമ്മുടെ അനിയത്തി ഉണ്ട്. ഹായ്. ഓക്കെ, അടിപൊളിയാണെന്നൊക്കെയാണ് ഏട്ടാ പുള്ളി പറയണ. റിസ്ക് എടുക്കാൻ റിസ്ക് എടുക്കാൻ പിന്നെ എന്നെ കഴിഞ്ഞ ആളുള്ളത്. ഓക്കെ, പുള്ളിയുടെ ഭാഷ എന്താണ്ടും പറഞ്ഞു, അതൊന്നും മനസ്സിലായില്ല. കോഞ്ചോത്ത സിഞ്ചോത്ത, നല്ല രസമുണ്ട്. അങ്ങനെയാണോ? അവന്മാർ ഇത്തിരി സീനാണെന്നാ പറയണത്. അതായത് നമുക്ക് തോൽക്കാൻ താല്പര്യം ഇല്ലാത്തവന്മാരാന്ന് പറയണം. ഏത് നമ്മുടെ പുറത്ത് റേസിന് എൻ്റെ പിള്ളേർക്ക് നമുക്ക് വന്നൊരു സീനില്ല. അവന്മാർക്ക് വാഗോസ് ഗ്യാങ്ങിനെ ചെറിയൊരു അഹങ്കാരമുണ്ട്. അത് ഈ സിസറിനുണ്ട്. കള്ളൻ പുള്ളി ഒപ്പം പിടിക്കാനൊക്കെ പറയാനുണ്ട്. ഇതൊരു പോലീസുകാരൻ, പുള്ളിക്ക് എന്നെ മനസ്സിലായില്ല. ഒരു സ്റ്റാർ ഇതുവരെ പോയില്ലല്ലേ? ഇല്ലേ, അങ്ങേരെ എൻ്റെ നാട്ടുകാരെ മൊത്തം കൊന്നിട്ടാണ് വണ്ടി ഓടിക്കണം. ഓക്കെ, റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ കൂടിയല്ല. നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം കേസ്. ഈ സിസറിനെ ആദ്യം നോക്കണം. മാറാ. ഓ, ഇവന്മാർ പണി തരും കേസ്. അയ്യോ, അവന്മാർ കയറിപ്പോയി. സിസറാണാ പോണത് കണ്ടാ, ചുവന്നാറ് കണ്ടാ. അതാ സിസർ വന്നേ. മാറിടാ. ഓക്കെ, 2-3 പേരെ കൊന്നാലും കുഴപ്പമില്ല. നമുക്ക് റേസ് ചെയ്യിക്കണം. ഇപ്പം നമ്മളാണ് കേട്ടോ ഫസ്റ്റ് വെക്കണം. അത് നമ്മൾ ഫുള്ള് നമ്മൾ തന്നെ ഇരിക്കും ഫസ്റ്റ്. ഞാൻ പ്രോയാണെന്ന് അറിയാൻ. ഓ, ഡ്രിഫ്റ്റ് എടുക്കാൻ ഭയങ്കര ഇതാണ് കേട്ടോ ഈ വണ്ടി. സത്യം പറഞ്ഞാൽ സാൻ ആൻഡ്രിയാസിലെ ഒരു അടിപൊളി കാറാണ് ഈ ലോ റൈഡർ കാർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് തന്നെ കുറേ എണ്ണം ഉണ്ട്. ലോ റൈഡർ കാർ എന്ന് പറയുമ്പോൾ അടിപൊളിയാണെങ്കിലും എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമൊന്നുമില്ല ഈ കാർ. ഇത് വാഴകൾക്ക് പറ്റിയതാണ്. വാഴകളല്ല, ഈ ഗ്യാങ് മെമ്പേഴ്സിനെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ. നമ്മൾ ആ ഒരു വൈബല്ല. നമ്മൾ ഈ സൂപ്പർ കാർ പോലീസുകാരന്മാരെ തന്നെ ഇരിക്കുന്നത്. നിനക്ക് ഉള്ളിലൊക്കെ ഒന്ന് അയ്യോ. നമുക്ക് മാക്സിമം ടൈം എടുക്കാണ്ട് ഈ ഒരു തീർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ റേസ് ജയിക്കണം. മനസ്സിലായില്ലേ? ഡ്രിഫ്റ്റൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ കാറ് കിട്ടിയല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ജോയിസ്റ്റിക്ക് കൺട്രോളാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ടപ്പാടുണ്ട്. മറ്റേ ബട്ടൺസാണ് നമുക്ക് ഇല്ല. മിഷൻ പാസ് നമുക്ക് അറിയില്ല. 1000 രൂപ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്വയം പുകഴ്ത്തുവാന്ന് വിചാരിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ഇല്ലേ, ഞാൻ പാവമാണ്. ഇതിനകത്ത് ഇവന്മാരൊക്കെ എടുത്തിയ ഇവൻ മാത്രമല്ല, വേറെ ആരുമില്ലേ? നിൽക്കടാ അവിടെ. അങ്ങനെ കിട്ടിയില്ല. പിന്നെ എടുത്തോളാം. ഹലോ എടാ മോണേ ഇല്ലേ? ഓക്കെ, എൻ്റെ അടുത്തേക്ക് വരാനാണ് പറയണ. എന്നൊക്കെ ഉണ്ടോ വിശേഷം? ഓക്കെ, അവൻ നമ്മളോട് എന്തോ പറയണ്ട കേട്ടോ.
നിങ്ങൾ സാൻ ആൻഡ്രിയാസിലെ കടൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് കണ്ട, തിരമാല ഇല്ലാത്ത കടൽ എന്ന് പറയും. അതാണ് സാൻ ആൻഡ്രിയാസിലെ കടൽ. പക്ഷെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ബോട്ടിങ്ങും ചില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇവൻ നമ്മുടെ അടുത്ത് നിന്ന് പോയില്ലേ? എടാ പോടാ നീ. എനിക്ക് താല്പര്യമില്ല. ആണോ? ഇവന് നമ്മളായിട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയണേ. കുഴപ്പമില്ല, നമുക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ത് ഒരു ചൂട് പട്ടീനെ തിന്നിട്ട് പോകാം ഗൈസ്. ചില്ലി ഡോഗ്സ്. ചൂട് അത് ഹോട്ട് ഡോഗ്സ് ആണല്ലോ. ഇതെന്നാ ഡോഗ്സ്? ചില്ലി ഡോഗ്സ്. മുളക് പട്ടി. നമുക്ക് അവിടെ വണ്ടി വിളിക്കണം. വണ്ടി പിള്ളേർ കൊണ്ടിപ്പോൾ തരും. ഓക്കെ, അവിടെ വണ്ടിയൊക്കെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതേ കണ്ട. പക്ഷേ കാർ റിപ്പയർ ചെയ്ത സമയത്ത് പുറയില്ലാത്ത സ്പോയിലറിൻ്റെ വലിപ്പമാര് കുറച്ച് പുതിയ ചെറുതായിട്ട്. അടിപൊളിയാണ്. ഓക്കെ, നമുക്കങ്ങനെ സ്മോക്കിൻ്റെ മിഷൻ ചെയ്ത് ഇപ്പോൾ സ്മോക്ക് എന്ന മായി വന്നിട്ടുണ്ട്. OG ലോക്കിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, നമ്മളങ്ങനത്തെ OG ലോക്കിൻ്റെ കടയിൽ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ കടയിലാണ് ജോലി ചെയ്യണം. പോലീസ് പിടിച്ചിട്ട് പുള്ളിക്ക് വെച്ച് കൊടുത്തൊരു ജോലിയായിരുന്നു. ഓക്കെ, ആളിവിടെ ഉണ്ട്, ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊന്നും നോക്കിയിട്ടുണ്ട്. ആളിവിടെ ഇല്ല. നമ്മളവിടെ എത്ര മണിക്കാണ് വരാൻ പറഞ്ഞത്? 22. അതായത് 10 മണിക്കും 6 വെളുപ്പിന് 6 മണിക്കും ഇടയെ വരാനാണ് ഈ പറഞ്ഞത്. തൊല്ല ഇത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ അടുത്ത് സ്പോട്ടുണ്ട്. ചില്ലിങ് സ്പോട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, നമുക്കങ്ങനെ ഇവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കാം രാത്രി വരെ. അയ്യോ, ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, നല്ല രസമുള്ള സ്ഥലമല്ലേ? ഇവിടെ ചില്ല് ചെയ്ത് നടക്കാം ഗൈസ്. ഓക്കെ, രാത്രി ആകുമ്പോൾ നമുക്ക് OGയിലേക്ക് എടുത്തു. ഇതേ അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ബോട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഭയങ്കര സൗണ്ട്. ഓക്കെ, അപ്പോൾ 1 മണിയായിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അത് കാരണമാണ് 1 മണിയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഈ സമയത്ത് എല്ലാം പുള്ളിക്കാരൻ അവിടെ വർക്കിംഗ് ടൈമാണെന്നാണ് പറഞ്ഞത്. ഫുൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ഗൈസ്. ഇതൊക്കെയാണ് പണി. നമ്മളെന്തായാലും കുറച്ച് അവിടെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വരാൻ. ഓക്കെ, നമ്മളിത് ഒരു ബൈക്ക് എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരനെ ബീച്ചിൻ്റെ അവിടെ വെച്ച് ചെന്നിട്ടുണ്ടായി. അവൻ്റെ ബൈക്ക് എടുത്തോണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ കാർ ഇവിടെ കാണില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാരെന്തെങ്കിലും ആവശ്യത്തിനെടുത്തായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് കാറ് മേടിക്കാനാണ് ഇത്ര വലിയ കാര്യം. അത് നമ്മൾ വിളിച്ചാൽ മതി, അപ്പം വീട്ടിൽ കൊണ്ടുവരുവർ. ഓക്കെ, നമുക്കെന്തായാലും OGയിലൊക്കെ അടുത്തേക്കില്ല. ലൈഫ് സേ ബീച്ച്. അതെന്താണ്? ബീച്ചിലെ ജീവിതം നല്ല ജീവിതമാണ്. ബീച്ചിലെ ജീവിതം നല്ല ജീവിതമാണ്. എന്താടോ വാടോ ഒന്ന് കുറേ നേരമായി. ഓക്കെ, ഇവരിപ്പം നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. OGയിലൊക്കെ CJ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇപ്പം ഉണ്ടാ അവർ തമ്മിലുള്ള വർത്താനം കണ്ടാ അറിയാം. I'm putting together a listening party for my album. But first, I need a sound system. Hey, I'm down as long as I don't have to go to the port. What you talking about, fool? Guaranteed I start playing, everybody will come through. Being real OG, I really ain't into rap no more. I'm more into that hardcore gangster shit. Well, that's me, homie. That's me, OG Low, baby. Yeah, for sure. But I only like them if they rhyme real well. You know, well, anyway, what you want me to steal? That's what I'm talking about. Love for your homies. ഓക്കെ, ഇയാളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ റാപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റീൽ ചെയ്തുകൊണ്ടല്ലോ. അപ്പോൾ അതാണ് CJ ചോദിച്ചത്, എന്താണ് നിനക്ക് വേണ്ടി ഞാൻ സ്റ്റീൽ ചെയ്തുകൊണ്ട് വരേണ്ടതെന്നാണ് CJ ചോദിച്ചത്. പുള്ളി പറഞ്ഞത് ഒരു സൗണ്ട് സിസ്റ്റം, അതായത് നമ്മുടെ ബീച്ചിൽ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്. മീൻസ് മറ്റേ DJ എന്നൊക്കെ പറയല്ലേ സിസ്റ്റം, ആ സാധനം അത് അടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നേരെ ബീച്ചിലേക്കല്ല, അവിടെ എന്തൊരു പാർട്ടി തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അത് അടിച്ചുകൊണ്ട് പോകാനോന്നാണ് ഈസ് പറഞ്ഞത്. ഇവിടെ ഇപ്പം ആ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് തൽക്കാലം നമ്മുടെ വണ്ടി വിളിച്ച് പറയാം, അവന്മാർ കൊണ്ട് തരട്ടെ. നമ്മുടെ വണ്ടി അങ്ങനത്തെ സ്പോയിലറൊക്കെ പിന്നെയും വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കളറ് ചെറുതായിട്ടൊന്ന് മാറ്റിയത് ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ബീച്ചിലേക്ക് വരാം.
നമ്മളങ്ങനെ ബീച്ച് സൈഡിലെത്തിയിട്ടുണ്ട്. അവിടെ 3-4 കാറ് കിടക്കണുണ്ടോ, അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഇതാണ് പാർട്ടി. ഓക്കെ, ഈ സംഭവമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. ആ കാണുന്ന വാനാണ് നമുക്ക് അടിച്ചു വരേണ്ടത്. അതിനകത്തിരിക്കുന്ന സാധനമാണ് ശരിക്കും വേണ്ടത്. നമുക്ക് അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വാനായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവണില്ല. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ സൗണ്ടൊന്ന് മ്യൂട്ട് ചെയ്യുവാണ് കേട്ടോ, കാരണം ഈ പാട്ട് കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പാട്ട് പണി തരികയും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞേക്കാം, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് അടിച്ചാലേ ആ കാർ നമുക്ക് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? സീജയുടെ ഉടുപ്പൊക്കെ ഉണ്ടാ യോ പണിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക. ആ കാർ നമുക്ക് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ലൈക്കാണ് ആവശ്യം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒറ്റ സ്നാപ്പ് ലൈക്ക് അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കുക. അപ്പം ഓക്കെ, തല അങ്ങോട്ട് എല്ലാം ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെ കോപ്പിറൈറ്റ് അടിച്ചാലേ സൗണ്ട് മ്യൂട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇല്ല. ഓക്കെ, അവരായിട്ട് നമ്മളങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡാൻസ് കളിക്കാന്നാണ് പറയണത്. ഓക്കെ, ഡാൻസ് ഒക്കെ കളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി എന്തായാലും പറഞ്ഞു കേട്ടാ, എന്തോ ഓഫീസിൽ കൊണ്ടാക്കാനാ എന്തായാലും പറഞ്ഞിട്ടല്ലോ. വണ്ടി കയറാനാണ് പറഞ്ഞത്. ഇത് ലോക്കാണെന്നല്ലേ? അവർ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്നത്. വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഈ സൈറ്റ് എടുത്ത് വിട്ടേക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പറ്റിയ സമയം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി ഇവിടെ ഇങ്ങനെ ചുമ്മാ അടയ്ക്കുകയാണ്. വേഗം വണ്ടി എടുക്കുക. ഇവന്മാർ ഫോളോ ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 3, 2, 1. ഓ വെടിവെച്ച് അപ്പം പറയും തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ചേസ് ചെയ്ത് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അയ്യോ, വണ്ടി പോലെ. ഇവിടെ ബല്ലാസ് ഗ്യാങ് കിട്ടുന്നുണ്ട്. ഇവന്മാര് പണി ഉണ്ടാക്കിട്ടിരുന്ന ആദ്യം. നമ്മൾ സ്മൂത്തായിട്ട് റോട്ടിൽ കയറി പണിയാണല്ലോ. എടാ അവന്മാര് ഫോളോ ചെയ്യാണ്ടാവൂടാ. ഓക്കെ, അവന്മാരെയും കാണാനില്ല കേട്ടോ. നമുക്ക് ഈ വഴി നേരിട്ട് പോവാം. വാനൊക്കെ നമ്മൾ അത്യാവശ്യം നൈസായിട്ട് ഓടിക്കാം, കാരണം വാനാണെങ്കിൽ നമുക്ക് ഓടിച്ചധികം ശരിയില്ല. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആരും ഭാഗ്യത്തിന് ഫോളോ ചെയ്ത് വന്നില്ല. അവര് പൊട്ടന്മാരാണെന്ന് തോന്നുന്നു. നമ്മളിതേ മിഷൻ പാസ് ആയിട്ടുണ്ട്. റെസ്പെക്ട് പ്ലസ് പൈസ ഒന്നും തന്നില്ല. ഈ ഓജിലോക്ക് എന്തിനാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അടിച്ചു വരണമെന്നറിയാമോ? നമ്മുടെ ഗ്രോ സ്ട്രീറ്റിൽ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്, ഒരു പാർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐറ്റംസ് വേണം. ഓജിലോക്കിന് പൈസ കൊടുത്ത് മേടിക്കാനുള്ള ഒരു ത്രാണിയില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിച്ചു മാറ്റി കൊടുക്കും. അതാണല്ലോ GTA ഒരു മെയിൻ തീം തന്നെ. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഓജിലോക്കിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. റാപ്പിനും പാർട്ടിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊടുക്കും. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.